തുറക്കാത്ത മുണ്ടൻമലയുടെ താക്കോൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് തുറക്കാനുള്ള താക്കോൽ ഞങ്ങൾക്ക് തന്നത് മേരി ചേച്ചിയാണ്. നെടിയശാല പള്ളിയുടെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. തൊടുപുഴ കൂത്താട്ടുകുളം റൂട്ടിൽ തൊടുപുഴയിൽ നിന്നും 7 കിലോമീറ്റർ ദൂരത്തിലായി നെടിയശാല കഴിഞ്ഞുള്ള വാഴപ്പള്ളി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹൈവേയിൽ നിന്നും വലത്തേക്കുള്ള ഈ കാണുന്ന വഴിയാണ് ഇനി നമുക്ക് പോകേണ്ടത്. റോഡിനോട് ചേർന്ന് ചിൽഡ്രൻസ് പാർക്കിൻ്റെയും മുണ്ടൻമലയുടെയും ബോർഡ് കാണാം. അപ്പോൾ നമ്മൾ ഈ വഴി യാത്ര തുടരുകയാണ്. ഹൈവേയിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരമുണ്ട് മലമുകളിൽ വരെ. റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലൂടെ നീണ്ടുപോകുന്ന വഴി. മലനിരകളുടെ മനോഹരമായ കാഴ്ചകളും കാണാം. നമ്മൾ മുണ്ടൻമല വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്ന് തന്നെ വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. ഇതാണ് ചിൽഡ്രൻസ് പാർക്കും വാച്ച് ടവറും. ഇവിടെ നിന്നുമുള്ള താഴ്വാര കാഴ്ചകളും വളരെ മനോഹരമാണ്. മുണ്ടൻമല ഹിൽ ടോപ്പ് ചിൽഡ്രൻസ് പാർക്ക്. നമ്മളിവിടെ വന്നപ്പോൾ വെറുതെ ഇവിടം വരെ വന്നുവോ എന്നൊരു നിരാശയാണ് തോന്നിയത്. കാരണം ഈ പാർക്കും പവലിയനുമൊക്കെ പൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വഴി വന്ന ഒരു ചേച്ചി ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് വ്യൂ പോയിന്റിൻ്റെ ചാവി കിട്ടും എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ താക്കോൽ മേടിക്കാനായി നടക്കുകയാണ്. ഈ കാണുന്ന വീട്ടിലെ മേരി ചേച്ചിയാണ് നമുക്ക് മുണ്ടൻമല പവലിയനിലേക്കുള്ള താക്കോൽ തന്നത്. ഈ മലമുകളിൽ ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ റോഡിനോട് ചേർന്ന് ഒരു ഹോം സ്റ്റേ ഉണ്ട്, 7 ഹിൽ വ്യൂ കോട്ടേജ്. നമുക്ക് താക്കോൽ കിട്ടിയിരിക്കുകയാണ്. തുറക്കാത്ത മുണ്ടൻമലയുടെ താക്കോൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുറക്കാൻ പോവുകയാണ്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുണ്ടൻമല ടൂറിസം പദ്ധതി പവലിയൻ 2020 ഒക്ടോബർ 30 ബഹുമാനപ്പെട്ട ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. പവലിയനിലേക്കുള്ള പ്രവേശന പാസ് മുതിർന്നവർക്ക് 10ഉം കുട്ടികൾക്ക് 5 രൂപയുമാണ്. ഈ പവലിയൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതും ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്ക് സ്വകാര്യ വ്യക്തി നടത്തുന്നതുമാണ്. നമുക്ക് കിട്ടിയ ചാവി കൊണ്ട് പവലിയൻ്റെ വാതിൽ നമ്മൾ തുറക്കുകയാണ്. 3 നിലകളുണ്ട് ഈ പവലിയന്. സ്റ്റെപ്പുകളിലൂടെ നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ്. മുകളിലേക്ക് നടക്കുന്തോറും താഴ്വാരങ്ങളുടെ മനോഹര കാഴ്ചകളും കാണാം. താഴെ നമ്മൾ കണ്ട വീടുകളും നടന്നു വന്ന വഴിയുമൊക്കെ കാണാം. കോട്ടേജിൻ്റെ ദൂരക്കാഴ്ചയും കാണാം. ഈ പവലിയൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. എല്ലായിടത്തും കൈവരികളുണ്ട്. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ചിൽഡ്രൻസ് പാർക്കും കാണാം. നമ്മൾ വീണ്ടും മുകളിലേക്ക് നടക്കുകയാണ്. ഈ വാച്ച് ടവറിൻ്റെ ഹൈലൈറ്റ് ഏറ്റവും മുകളിലത്തെ നിലയാണ്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെയുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഉള്ളത്. ഇവിടെ ഒരു ഗ്ലാസ് റൂം ഉണ്ട്. അതിനുള്ളിൽ ഒരു ടെലസ്കോപ്പ് ഉണ്ട്. ഈ മുറിയും പൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ താക്കോലും നമ്മുടെ കയ്യിലുണ്ട്. ഈ കാണുന്നതാണ് ദൂരദർശിനി. മൊത്തം കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ കെട്ടുകളൊക്കെ ഒന്നഴിച്ച് ദൂരദർശിനിയിലൂടെയുള്ള കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. 3 നിലകളുള്ള ഈ വാച്ച് ടവറും ഇവിടുള്ള ദൂരദർശിനിയുമാണ് മുണ്ടൻമലയിലെത്തുന്ന സന്ദർശകരെ ഏറ്റവും ആകർഷിക്കുന്നത്. ഈ ടെലസ്കോപ്പിലൂടെ നോക്കി താഴ്വാര കാഴ്ചകളൊക്കെ ഇവിടെ എത്തുന്ന എല്ലാവരും കാണുക എന്നതൊക്കെയാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. ഈ ടെലസ്കോപ്പ് അത്ര നന്നായി വർക്കിംഗ് അല്ല, ചെറിയ പ്രശ്നവുമുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഈ നേരെ കാണുന്നത് തൊടുപുഴ ഏരിയയാണ്. വെങ്ങല്ലൂരിലുള്ള സ്മിത ഹോസ്പിറ്റലിൻ്റെ ദൂരക്കാഴ്ച കാണാം. പിന്നെ അക്വഡേറ്റ് കാണാം. ഓക്കെ, ഈ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാഴ്ചകൾ അത്ര നല്ലതായി തോന്നുന്നില്ല. അതായത് ദൂരക്കാഴ്ച ഫോക്കസിംഗ് ഉണ്ട്, പക്ഷേ ഒരു ഭംഗിയില്ല. അതുപോലെ ഈ ടെലസ്കോപ്പിൻ്റെ സ്റ്റാൻഡിന് ഇളക്കവുമുണ്ട്. വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ മേരി ചേച്ചി നമുക്ക് വേറൊരു ബൈനോക്കുലർ തന്നിരിക്കുകയാണ്. ഈ ബൈനോക്കുലർ ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഓണറിൻ്റെ ആണ്. ഈ ബൈനോക്കുലർ നല്ല സാധനമാണ്. ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരക്കാഴ്ചകൾ കാണുവാൻ സാധിക്കും. തൊടുപുഴ മൂവാറ്റുപുഴ ഏരിയയുടെ കാഴ്ചകളാണ്. ഒരുപാട് മലനിരകളും കാണാം. മഴ കഴിഞ്ഞ സമയത്താണെങ്കിൽ കോടമഞ്ഞ് കയറിയ മലനിരകളും കാണാം. അങ്ങനെ വാച്ച് ടവറിൽ നിന്നും നമ്മൾ താഴെ ഇറങ്ങിയിരിക്കുകയാണ്.
നമുക്കിനി ചിൽഡ്രൻസ് പാർക്കിലെ കാഴ്ചകൾ കൂടിയും കാണാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് റൈഡ്സ് ഉണ്ട്. ഒരുപാടില്ല, എന്നാലും ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള പ്രവേശന നിരക്ക് 20 രൂപയാണ്. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. പാർക്ക് തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. കാഴ്ചകൾ കാണുവാനൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ എത്താറുണ്ടെന്നാണ് മേരി ചേച്ചി ഞങ്ങളോട് പറഞ്ഞത്. നമ്മുടെ ഈ മുണ്ടന്മല വ്യൂ പോയിന്റിന്റെ അടുത്ത് താമസിക്കുന്ന മേരി ചേച്ചിയാണ്. ഇവിടുത്തെ ഓണർ ഇല്ലാത്തപ്പോൾ ഈ സ്ഥലം നോക്കി നടത്തുന്നതും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇത് പൂട്ടിക്കിടക്കുമായിരുന്നു. ഇത് തുറക്കാനുള്ള താക്കോല് ഞങ്ങൾക്ക് തന്നത് മേരി ചേച്ചിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ മുകളിൽ കയറി കണ്ടതും ഒക്കെ. ഒരു ചേട്ടന്റെ ഒരു സ്വകാര്യ ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. പാർക്ക് നടത്തുന്ന ചേട്ടൻ താമസിക്കുന്നു പാർക്കടവ്. മുണ്ടന്മലയിൽ 5 വർഷം മുമ്പ് പവലിയൻ മാത്രമാണ് തുടങ്ങിയത്. പിന്നെ പാർക്ക് തുടങ്ങി. ഈ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഭാവിയിൽ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ നല്ല വളർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് മുണ്ടന്മല. അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ വരുവാനും ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും ശ്രമിക്കുക.